ഇപ്പം പോകുന്ന അബുദാബിയിലുള്ള ഒരു ഫാം കാണാനാ പോയെന്ന. ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഞാൻ താഴെ ഇടുന്നുണ്ട്. നമ്മൾ ഫാമിലെത്താനായി ഇതാണ് ഫാം പോണ്ട റോഡ്. ഈ ഏരിയയിൽ ഒരുപാട് ഫാമുകളുണ്ട്. നമ്മളിപ്പോ ഫാമിന്റെ ഉള്ളിലെത്തി. ഇവിടെ 100% ഓർഗാനിക് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിവിടുന്ന് വെജിറ്റബിൾസ് എല്ലാം മേടിക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് വെജിറ്റബിൾസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ മേടിക്കാൻ പറ്റും. ഇതെല്ലാം ഫ്രഷ് വെജിറ്റബിൾസ് ആണ്. ഇവിടെ ആൾക്കാർ ഒരുപാട് വെജിറ്റബിൾസ് എല്ലാം മേടിക്കുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് നാടൻ കോഴിമുട്ടയെല്ലാം മേടിക്കാൻ പറ്റും. ഇത് നോക്കിയാട്ടാണ് കുഞ്ഞി വണ്ടൊക്കെയാണ്. നമുക്കിവിടുന്ന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം പൊടിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ വന്നിട്ട് അവരൊരു കവർ തന്നിട്ടുണ്ട്. ഓർഗാനിക് ഫാമിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുക്കാൻ പറ്റും. എല്ലാം നമുക്ക് പറിച്ചെടുക്കാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നമുക്ക് പറിച്ചെടുക്കാം. ഓർഗാനിക് വെജിറ്റബിൾസ് എല്ലാം വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ. ഞാനിവിടെ വന്നിട്ട് കുറേ പീജനെ കണ്ടു. കുറേ ഇളമകളൊക്കെ താഴെ വീണിട്ട് ഞാൻ കുറച്ചെടുക്കട്ടെ. ഇവിടെ ഒരുപാട് രാമനെല്ലാം താഴെ വീണിട്ടുണ്ട്. ഞാൻ പൊടിക്ക് എടുത്തു. കിട്ടിയ നാരങ്ങെല്ലാം ഞാൻ കവരെടുത്തിട്ടു. നിങ്ങളിവിടെ വന്നിട്ടുണ്ടല്ലോ, താഴത്തുനിന്നെല്ലാം കിട്ടും. ഇതൊക്കെ ഫ്രീ ആണ്, ആരും വിജയിക്കണ്ട. ഇതിനൊക്കെ ലാസ്റ്റ് പൈസ കൊടുക്കണം. കണ്ടാടാമനൊക്കെ എത്രയാ താഴെ വന്നിട്ടുണ്ട്. ഇത്ര നമ്മളെ കണ്ടില് കുറെ ഗോട്ടാണ്. ഇത് ഞാൻ കൊടുക്കട്ടെ. അതൊക്കെട്ടാ കമ്പി ചപ്പറിച്ചു കൊടുക്കട്ടെ. ഇവിടെ ഒരുപാട് കോട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന വെജിറ്റബിൾസിന്റെ പ്ലാന്റ്സ്. ഇതൊന്നും ഇപ്പൊ പറിക്കാനായിട്ടില്ല. ഇവിടെയെല്ലാം പയറ് നട്ടിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും ആയിട്ടില്ല. ഇനിയും ഇതെല്ലാം ആവാനുണ്ട്. ഇതൊക്കെ സ്വീറ്റ് കോൺ ആണ്. ഇത് കുറച്ചുമ്പോ റെഡിയാകുമ്പോ നമുക്ക് തന്നെ പറിച്ചെടുക്കാൻ പറ്റും.
കൂടെ കുറെ ഹണിബി പാറിക്കളിക്കുന്നുണ്ട്. ഞാനും എൻ്റെ അച്ഛനും ഇതിൽ കൂടെ നടന്നു പോയി. കോർണർ റെഡിയാവുന്നേ എല്ലാം ആവുന്നത്ര ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിലെല്ലാം നടന്നു വന്നു. ഇതൊന്നും ഇപ്പൊ പറക്കാനായിട്ടില്ല. ഇനിയും ഇത് ഒരുപാട് വലുതാവുന്നുണ്ട്. എന്നിട്ടാകുമ്പോ ഇതെല്ലാം പറിച്ചെടുക്കാൻ പറ്റും. ഇവിടെ പാൻഡെല്ലൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് പറിച്ചെടുക്കട്ടാ. നോക്കട്ടെ, ക്യൂട്ട് പാൻഡ്. ഇതൊന്നും കട്ടേ ആയിട്ടില്ല, കുറച്ചും കൂടി വലുതണം. ഇതിപ്പ പറിക്കാൻ പാടില്ല എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മത്തങ്ങയെന്ന് തോന്നുന്നു. എനിക്കിത് പറിച്ചെടുക്കാനല്ല തോന്നുന്നുണ്ട്, പക്ഷെ ഇതെല്ലാം കുറേ ആവാനുണ്ട്. വീടെല്ലാം വേസ്റ്റ് ആവശ്യം ഒരുപാട് ആക്കുന്നുണ്ട്. ഇതാണ് ചെറുത് വണ്ടക്ക. ഒരുപാട് വണ്ടക്കയുണ്ട്. കാണുമ്പോ എല്ലാം പറിക്കാൻ തോന്നുന്നു. വണ്ടക്കന്റെ പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ പറിക്കാൻ നോക്കി, എനിക്ക് പറിക്കാൻ കിട്ടുന്നില്ല. ഇത് ഭയങ്കര ഹാർഡാണ്, പറിക്കാൻ കിട്ടുന്നില്ല. ഞാൻ എന്നിട്ട് അങ്ങനെയെല്ലാം പറിച്ചെടുത്തു. നോക്കിയാട്ടാ ഫ്രഷ് വണ്ടക്ക. നമ്മളിവിടുന്ന് ഒരുപാട് വണ്ടക്കയെല്ലാം പറിച്ചെടുത്തു. ഇവിടെ നിറയെ വണ്ടക്കയാണ്. ഞാൻ വലുത് വണ്ടക്ക കൊണ്ട് ഞാൻ പറിക്കാൻ പോകുന്നു. എനിക്ക് പറിക്കാൻ കിട്ടിയിട്ട് ഞാൻ കുറേ നേരം പറിച്ചെടുത്തിട്ടാണ് കിട്ടിയ. എന്നിട്ട് അവര് തന്ന ബാഗിൽ വണ്ടക്കയെല്ലാം ഇട്ടു. അച്ഛൻ ആടെ പോയിട്ട് വണ്ടക്കയെല്ലാം പറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എന്നിട്ട് ഒരുപാട് വണ്ടക്കയെല്ലാം പറിച്ചു. ഇത് നിങ്ങൾ ആരും കണ്ടിട്ട്, ഇത് റെഡ് കളർ വണ്ടക്കയാണ്. കുറച്ചേരൊന്ന് വണ്ടക്ക് ഫ്ലവറെല്ലാം വരുന്നുണ്ട്. ഇതൊന്നും ഇതാ വരുന്നില്ല, അത് പുറത്ത് വരുന്നില്ല. അത് ഒരുപാട് വെജിറ്റബിൾസ് എല്ലാം നട്ടിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാവാൻ കുറച്ച് സമയം എടുക്കും. ഇത് കുമ്പളങ്ങയാണോ തോന്നുന്നുണ്ട്. ഇത് സ്വീറ്റ് മെലൺ ആണ്.
നോക്കിയാട്ട് അടിപൊളി സ്വീറ്റ് മെലൺ. ഇത് സ്വീറ്റ് മെലൺ ആണ്. ഇത് കുഞ്ഞത്ര. നിങ്ങൾക്ക് ഫ്രഷ് സ്വീറ്റ് മെലൺ വേണമല്ലോ ഇങ്ങോട്ട് വന്നു. ഇതൊക്കെ ചെറുതത്ര. ഇനിയും വലുതാവുന്നുണ്ട്. എനിക്ക് വലുത് സ്വീറ്റ് മെലൺ കിട്ടി. നമ്മൾ എന്നിട്ട് സ്വീറ്റ് മെലൺ എല്ലാം പറിച്ചെടുത്തു. ഇതാ നോക്കുക, നമ്മൾ അവിടുന്ന് പറിച്ച സ്വീറ്റ് മെലൺ. ഇവിടെ ഒരുപാട് കോയൊക്കെ ഉണ്ട്. ഒരുപാട് കോയിനെല്ലാം കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്രഷ് അഗ്ഗൊക്കെ മേടിക്കാൻ പറ്റും. കോയെല്ലാം വാട്ടർമെലൺ കൊത്തി തിന്നുന്നുണ്ട്. അവരിവിടുന്ന് കോഴിക്കും മോശമായി വെജിറ്റബിൾസ് എല്ലാം കോഴിക്കും ആടിനെല്ലാം കൊടുക്കും. ഇവിടെ ഷുഗർ കെയിമെല്ലാം ഉണ്ട്. ഇവിടെ ഒരുപാട് ലീവ്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് വേണമല്ലോ പറിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ഫുള്ള് പ്ലാന്റ്സ് ആണ്. ഇത് ഫുള്ള് നമ്മൾ തിന്നുന്ന ഇലയാണ്. ഇവിടെ മിന്റ് ലീഫ്, കൊറിയാണ്ടർ ലീഫ് എല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണമല്ലോ പറിച്ചെടുക്കാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ കണ്ടു നോക്കൂ. ഫുള്ള് മിന്റ് ലീഫ് ഉണ്ടായി. മിന്റ് ലീഫ് ഇതാ. ഞാൻ കുറച്ച് ഇവിടുന്ന് പറിച്ചെടുത്തു എന്നിട്ടാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുപോവാ. മിന്റ് ലീഫിന് നല്ല സ്മെല്ലുണ്ട്. അടിപൊളിയാണ്. ഇത് ഫ്രഷ് മിന്റ് ലീഫാണ്. നല്ല മണ്ണുണ്ട്. ഓർഗാനിക് സാധനം പറഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റും. ഞാനിൻ്റെ ലൊക്കേഷൻ റിസീസിൽ ഇടാം. ഞാനിട്ട ലൊക്കേഷൻ നോക്കിയിട്ട് എല്ലാവരും ഇവിടത്തേക്ക് വരണം. ബാൻഡ് അതാ. പറക്കാനായിട്ട് റെഡി ആയിട്ടില്ല. അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട് റെഡി ഫോർ ഹാർവസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് റൈസ് ഇൻഡസ്ട്രി. അതിനകത്താണ് ഈത്തപ്പഴം ഉണ്ടാവുന്നത്. നാട്ടേക്ക് ആക്ക് ഡേയ്സോണ ഞാൻ കൊണ്ടുതരാടാ. ഇവിടെ ഒരുപാട് മുറുകാക്കാരിയെല്ലാം ഉണ്ട്. ഇതെന്താന്ന് എനിക്ക് പേരറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. ഇതിൻ്റെ ഉള്ളിലെല്ലാം കുക്കുംബേഴ്സിൻ്റെ പ്ലാന്റ്സ് ആണ്. ക്ലോസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂല. ഇതിൻ്റെ ഉള്ളിൽ കുക്കുംബേഴ്സിൻ്റെ പ്ലാന്റ്സ് ഒക്കെയാണ്. നിങ്ങൾക്ക് ഇല്ലേ നോക്കിയാൽ കാണാൻ പറ്റും. വേറെ ആൾക്കാരെല്ലാം വന്നിട്ട് പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ക്യാബേജ്, കോളിഫ്ലവർ എല്ലാം റെഡി ആയിട്ടൊന്നുമില്ല. വീണ്ടും നമ്മൾ നിലത്തുനിന്ന് ലംബനെല്ലാം എടുത്തു.
ഇവിടുത്തെ ഫ്രഷ് ലെമൺ എല്ലാം കണ്ട. തിരിച്ചു വന്ന റോഡ് മാംഗോ ട്രീ എല്ലാം കണ്ടു. അതിൽ ചെറിയ മാംഗോ എല്ലാം ആയിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പറിച്ചെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ മാംഗോ ആയിട്ട് നല്ല ഭംഗിയില്ല കാണാൻ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ല് ടിങ് ടിങ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ ബൈ.